നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായിപ്പോൾ നമ്മൾ പറഞ്ഞതല്ലേ, വേൾഡ് കപ്പിൻ്റെ ആവേശമൊക്കെ വരും, പിന്നാലെ വരുമെന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ? ഓ ഓ എത്ര നീളമുള്ള ഫ്ലെക്സുകളും ബോർഡുകളും ഒക്കെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, ദി വേൾഡ് കപ്പ് ഈസ് ഹിയർ, റാഫ് ടോക്ക് ഈസ് റെഡി ടു ലീഡ് കേരള ഫുട്ബോൾ ഫാൻസ്. നമ്മൾ മുന്നിൽ നിൽക്കും, ഈ ഫാമിലി, റാഫ് ടോക്ക് ഫാമിലി നമ്മൾ ഒരുമിച്ച് മുന്നിൽ നിൽക്കും, ഈ ആവേശം നമ്മൾ നയിക്കും. അതാ പറഞ്ഞത്, നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പണാണ്. നിങ്ങളുടെ നാട്ടിലെ ഫ്ലെക്സുകളും അവിടുത്തെ ആവേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് അതിൽ പങ്കുവെക്കാം, പോസ്റ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. നമുക്ക് ഫുട്ബോളിൻ്റെ ആവേശം അങ്ങ് അതിൻ്റെ വാനോളം ഉയർത്തണം. എന്തായാലും ഇന്ന് നമ്മൾ പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നത് ബ്രസീലിൻ്റെ 10ാം നമ്പർ ജേഴ്സിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലർ വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്, നെയ്മർക്ക് 10ാം നമ്പർ ജേഴ്സി കൊടുക്കില്ല, വിനി ജൂനിയർക്കായിരിക്കും ആഞ്ചലോട്ടി കൊടുക്കുക. ആഞ്ചലോട്ടി എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പക്ഷേ സത്യത്തിൽ അതല്ല, അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് ബ്രസീലിയൻ മീഡിയാസ് ഒന്നും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളുണ്ട്. ബ്രസീലിൻ്റെ 10ാം നമ്പർ ജേഴ്സി എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല. അത് ധരിക്കുന്നവന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കാർലോ ആഞ്ചലോട്ടി ഇത്തവണ ബ്രസീലിയൻ ടീമിനെ വേൾഡ് കപ്പിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക്, കിരീടത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കേണ്ടവനാണ് 10ാം നമ്പർ ജേഴ്സി അണിയേണ്ടത്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട റോള് നെയ്മർ ജൂനിയർക്ക് വഹിക്കാനാകുമോ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനിൽ എന്നുള്ള സംശയങ്ങളേ ഉള്ളൂ. ഏതായാലും നമ്മൾ വിശദമായിട്ട് നോക്കുകയാണ്. ഈ ഒരു ചർച്ച വരുന്നത് എവിടെ നിന്നാണ്? കാസി ടി വി ഒക്കെ ബ്രസീൽ ഫുട്ബോളൊക്കെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കാസമിറോ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഏറ്റവും പ്രസിദ്ധനായ ഫുട്ബോൾ ഇൻഫ്ലുവൻസറുടെ ചാനലാണ്. അപ്പോൾ അതിൽ വിനി ജൂനിയറുമായിട്ട് ഒരു ചർച്ച നടത്തിയ ഘട്ടത്തിലാണ് വിനി നെയ്മറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നത്. നെയ്മർ ആഞ്ചലോട്ടി പലപ്പോഴും സ്ക്വാഡിൽ എടുത്തിട്ടില്ലല്ലോ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വേൾഡ് കപ്പ് സ്ക്വാഡിലാണ് എടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ച് വിനി പറയുകയാണ്, ഞാൻ എല്ലാ കോളപ്പിൻ്റെ സമയത്തും നെയ്മറുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നെയ്മർ പറയും, വാവ്, ആഞ്ചലോട്ടി ഇത്തവണ എന്നെ എടുത്തില്ലല്ലോ, എനിക്ക് ദുഃഖമുണ്ട് എന്ന് നെയ്മർ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നെയ്മർ ഞങ്ങളുടെ ഐഡളാണ്, ഈ ടീമിലെ പല താരങ്ങളുടെയും ഐഡളാണ്. എനിക്കെതിരെ ക്രിറ്റിസിസങ്ങളൊക്കെ വരുമ്പോൾ ഏറെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് നെയ്മർ ജൂനിയർ. അദ്ദേഹം വീണ്ടും ഒരുപാട് ഇഞ്ചുറീസൊക്കെ ഉണ്ടായിട്ടും തിരികെ വന്ന് വേൾഡ് കപ്പിന് വരുന്നു എന്ന് പറയുമ്പോൾ എനിക്കതിൽ വലിയ സന്തോഷമാണ്, അതിയായ സന്തോഷമാണ്. നെയ്മർ എപ്പോഴും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, റാഫിഞ്ഞയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബ്രൂണോ ഗുയിമാരസിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തോടൊപ്പം കളിക്കുക, നെയ്മർക്കൊപ്പം കളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വല്ലാത്ത ആദരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊരു വണ്ടർഫുൾ ലാസ്റ്റ് ഡാൻസ് ആയിരിക്കും, നെയ്മർക്ക് ഇതൊരു വണ്ടർഫുൾ ലാസ്റ്റ് ഡാൻസ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുകൂടി അതിൽ തന്നെ വിനി പറയുന്നുണ്ട്. അപ്പോഴാണ് വിനിയോട് ചോദിക്കുന്നത്, ഈ 10ാം നമ്പർ ജേഴ്സി ഇപ്പോൾ നിങ്ങളാണല്ലോ നെയ്മറില്ലാത്ത ഘട്ടത്തിൽ അണിഞ്ഞിട്ടുള്ളത്. കുറേ മാർച്ച് മാസത്തിൽ അങ്ങനെയാണ്. നേരത്തെ റോഡ്രിഗോ നെയ്മറില്ലാത്തപ്പോൾ 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞിരുന്നു. പക്ഷേ റോഡ്രിഗോക്ക് പരിക്കൊക്കെ പറ്റി ഇപ്പം അത് വിനി അണിഞ്ഞല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ 10ാം നമ്പർ ജേഴ്സി തിരികെ നെയ്മർക്ക് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടിയുണ്ട്. അദ്ദേഹം പറയുന്നത്, എൻ്റെ നമ്പർ എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. വിനി പറയാം, എൻ്റെ നമ്പർ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല, പക്ഷേ 10ാം നമ്പർ ജേഴ്സി അത് നെയ്മർക്കുള്ളതാണ്, ദാറ്റ്സ് ഒബ്വിയസ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആഞ്ചലോട്ടി ഇപ്പോൾ കഴിഞ്ഞ തവണ എന്നോട് 10ാം നമ്പർ എടുക്കാൻ പറഞ്ഞു, ശരിയാണ്, അത് എന്നോടോ അല്ലെങ്കിൽ റാഫീഞ്ഞയോടോ എന്നാണ് പറഞ്ഞത്. റാഫീഞ്ഞ ബാഴ്സയിൽ ഓൾറെഡി 11ാം നമ്പർ ജേഴ്സി അണിയുന്നതാണല്ലോ. അപ്പോൾ അദ്ദേഹം ആ തീരുമാനമെടുത്തു. അപ്പോൾ എന്നോട് 10ാം നമ്പർ ജേഴ്സി അണിയാൻ വേണ്ടി പറഞ്ഞു, ആ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തു, അത്രയേ ഉള്ളൂ. ഞാനത് വളരെ കാമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നെയ്മർ ജൂനിയർക്ക് വേണ്ടി റൈറ്റ് മൊമെൻറ്റിൽ നെയ്മർ വരുമ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാനത് ധരിച്ചത്, അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ 10ാം നമ്പർ ജേഴ്സി ബ്രസീലിൻ്റെത് അണിയുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ആദരവാണ്. കാരണം എന്താണെന്നറിയോ? ആ ജേഴ്സി അണിഞ്ഞ് കളിച്ചവരാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? 10ാം നമ്പർ ജേഴ്സി, ആ ജേഴ്സി അത് പെലെയുടെ ജേഴ്സിയാണ്, അത് സീക്കോയുടെ ജേഴ്സിയാണ്, അത് നെയ്മർ അണിഞ്ഞ ജേഴ്സിയാണ്. അപ്പോൾ ആ നെയ്മർക്ക് എന്നെ തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ വേറെ ഏത് നമ്പറിട്ടും കളിക്കാം, പക്ഷെ നെയ്മർ ഉണ്ടെങ്കിൽ നെയ്മർക്ക് കൊടുക്കും. 7ാം നമ്പറാണ് എനിക്ക് കിട്ടുന്നെങ്കിൽ ഓക്കെ, നല്ലത്. ഇനി 7 അല്ലെങ്കിലോ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നെയ്മർ തന്നെ 10 അണിയണം എന്ന് വിനി ജൂനിയർ പറയുന്നു. അപ്പോൾ ആ സംഗതി അവിടെ തീരുന്നു. അതായത്
വിനിക്ക് വേറെ നമ്പർ ഒന്നും കൊടുക്കാതെ 10 കൊടുക്കും. നെയ്മർ തഴയുന്നു ആഞ്ചലോട്ടി. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ആരൊക്കെയോ പടച്ചു വിടുന്നതാണ്. ഇനി നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ബ്രസീലിൻ്റെ 10ാം നമ്പർ ജേഴ്സി എന്ന് പറഞ്ഞാലേ അതത്ര ചെറിയ ഒരു കാര്യമല്ല. അതത്ര കുട്ടിക്കളിയായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, മാന്ത്രിക നീക്കങ്ങൾ നടത്താൻ കെൽപ്പുള്ള താരങ്ങൾക്ക് ബ്രസീലാണെങ്കിലും അർജൻറ്റീനയാണെങ്കിലും ഈ 10ാം നമ്പർ ജേഴ്സി കൊടുക്കാറുണ്ട്. അത് തന്നെയാണ് ഇത്തവണയും സംഭവിക്കാൻ പോകുന്നത്. നേരത്തെ വളരെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ 2016 ബ്രസീൽ ഒളിമ്പിക്സിൽ കിരീടം ചൂടിയിട്ടുണ്ട്. കിരീടം എന്നല്ല, മെഡൽ നേടിയിട്ടുണ്ട്. അതിന് ശേഷം നടന്ന ഒരു ഒളിമ്പിക്സ് 2020 ടോക്കിയോ ഒളിമ്പിക്സ്, അത് കോവിഡ് കാരണം 2021 നടത്തിയത്. അന്ന് ബ്രസീൽ സ്ക്വാഡിൽ 10ാം നമ്പർ അണിഞ്ഞത് റിച്ചാലിസനാണ്. നെയ്മറില്ല ആ സ്ക്വാഡിൽ. അന്ന് ഡാനി ആൽവസ് ആ സ്ക്വാഡിലുണ്ടായിരുന്നു. അങ്ങനെ ബ്രസീൽ അവരുടെ ഗ്രൂപ്പ് ഡി മത്സരം, ഓപ്പണിംഗ് മത്സരം കളിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുന്നു. ജർമ്മനിക്കെതിരായിരുന്നു ആ കളി. ഇറങ്ങുമ്പോൾ ടണലിലിങ്ങനെ ടീം നിരന്ന് നിൽക്കുമല്ലോ. ആ സമയത്ത് റിച്ചാലിസൺ ഇങ്ങനെ 10ാം നമ്പർ ജേഴ്സിയൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഡാനി ആൽവസ് റിച്ചാലിസൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പിന്നീട് റിച്ചാലിസൺ തന്നെ പറഞ്ഞൊരു കഥയാണിത്. വന്നിട്ട് പറഞ്ഞു, ഓ നീയാണല്ലേ 10ാം നമ്പർ, അങ്ങനെയെങ്കിൽ നീ ഇന്ന് കുറച്ച് ഗോൾ അടിച്ചേ പറ്റൂ, കാരണം ഇത് നമ്മുടെ ബ്രസീലിൻ്റെ 10ാം നമ്പറാണ്, അതിൻ്റെ പവർ നീ കാണിക്കണം. സംഭവിച്ചെന്താണെന്ന് പറയുമോ? പിന്നെ കളിക്കളത്തിൽ ഹാഫ് ടൈം ആകുമ്പോഴേക്കും ഇൻസൈഡ് 30 മിനിറ്റ്സ് ഹാട്രിക്കാണ് റിച്ചാലിസൺ നേടുന്നത്. 4-2 ജർമ്മനിയെ പരാജയപ്പെടുത്തുന്നു ബ്രസീൽ. വാവ് വാവ്. 7-1 പഴയ വേൾഡ് കപ്പ് സെമി ഫൈനൽ പരാജയത്തിന് പ്രതികാരവും പകവീട്ടിലൊന്നുമല്ല ഇത്. പക്ഷേ 10ാം നമ്പറിൻ്റെ ആ ഒരു ഭാരം ബ്രസീലിൽ വലുതാണ്. അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി റെസ്പോൺസിബിളായിട്ട് ചെയ്യാൻ കെൽപ്പുള്ള ഒരാൾ വേണം അത് ധരിക്കാൻ. ഒളിമ്പിക് ഫുട്ബോളിൻ്റെ കാര്യത്തിൽ വരുമ്പോഴേ 1988 റൊമാരിയോ, 96 ബെബറ്റോയും ക്രെസ്പോയും, 2000 സെമഡാനോ, 2004 ടെവസ്, 2020 റിച്ചാലിസൺ. ഇങ്ങനെ ലെജൻഡുമാർക്കൊപ്പമാണ് അന്ന് റിച്ചാലിസൺ അവിടെ ഗോളടിയിലൊക്കെ ഇടം പിടിച്ചത്. അത് പോട്ടെ, അത് 10ാം നമ്പറിൻ്റെ ഭാരമില്ലാതെ അന്ന് കളിച്ചുകൊണ്ടാണ്. ആ റിച്ചാലിസൺ ഇന്ന് എവിടെ എന്നുള്ളത് വേറെ ചോദ്യമാണ്. പക്ഷേ ഈ വേൾഡ് കപ്പിന് പോകുമ്പോഴും ആ 10ാം നമ്പറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെയിറ്റ് ഉണ്ട്. അത് ചെയ്യാൻ കെൽപ്പുള്ള താരങ്ങൾക്ക് തന്നെ വേണമല്ലോ അത് കൊടുക്കാൻ. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പെലെ ധരിച്ചിട്ടുള്ള 10ാം നമ്പർ, ബ്രസീലിൻ്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള 10ാം നമ്പർ താരമാരാണ്, അത് പെലെയാണ്. പിന്നെ നമ്മൾ പല ആളുകളുടെ പേരും പറയും, സീക്കോയുടെ പേരും മറ്റുമൊക്കെ നമ്മൾ പറയും. പെലെക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ സീക്കോ തന്നെയാണ്. 1970കളുടെ അവസാനം 80കളിൽ പിന്നെ റിവാൾഡോയിൽ പിന്നെ നമ്മൾ 10ാം നമ്പർ ജേഴ്സിയിൽ പ്രകടനം നടന്ന 1998 2002 വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടു. പിന്നെ റൊണാൾഡിനോ ഗൗച്ചോ, അദ്ദേഹം ബാലൻഡിയോർ വിന്നറൊക്കെ ആയിരുന്നു. ഇങ്ങനെ 10ാം നമ്പർ ജേഴ്സിയിൽ കക്ക ബ്രസീലിൻ്റെ 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് താരങ്ങളെ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ അത് നെയ്മറിൽ തന്നെയാണ് എത്തുന്നത്. ഇനിയിപ്പോൾ റാഫിഞ്ഞ അണിയോ വിനി അണിയോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല. നെയ്മറാണ് കഴിഞ്ഞൊരു ഡെക്കേഡിലധികമായിട്ട് ആ 10ാം നമ്പർ ജേഴ്സി ഉടമ. നോക്കുക, നെയ്മർ 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ കളിച്ചിട്ടുണ്ട്, അതിന് മുമ്പത്തെ വേൾഡ് കപ്പിലും ഒക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അദ്ദേഹത്തിന് ആ കിരീടത്തിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പാണെന്ന് നെയ്മർ ജൂനിയർ തന്നെ പറഞ്ഞു. ദിസ് ഈസ് മൈ ലാസ്റ്റ് വേൾഡ് കപ്പ്. അത് നെയ്മർ പറഞ്ഞത് 2026 മാർച്ചിലാണ്. ഈ വർഷം മാർച്ചിൽ അദ്ദേഹം പറയുകയാണ്, ദിസ് ഈസ് മൈ ലാസ്റ്റ് വേൾഡ് കപ്പ്. എനിക്കറിയില്ല ഇതെൻ്റെ ദേശീയ ടീമിനോടൊപ്പമുള്ള അവസാന കളികളായിരിക്കുമോ എന്ന്. എൻ്റെ കരിയർ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്, അതെനിക്ക് നന്നായിട്ടറിയാം. എപ്പോഴും എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെന്നോട് എപ്പോഴും പറയാറുള്ളത് പറ്റാവുന്നത്ര നീ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ്. അപ്പോൾ നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പ്. ഇത് അദ്ദേഹം 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ ഇറങ്ങുന്ന അവസാന ഘട്ടം. ബ്രസീലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം, പെലെയുടെ റെക്കോർഡ് മറികടന്ന താരം എന്ന് പറഞ്ഞാൽ 128 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 79 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. പെലെയുടെ പേരിലുള്ളത് 77 ഗോളുകളാണെന്ന് നോക്കണം. ആ ഒരു റെക്കോർഡ് മറികടന്ന താരം, ആ താരത്തിനല്ലാതെ മറ്റാർക്ക് ഈ 10ാം നമ്പർ ജേഴ്സി കൊടുക്കും? വരും ദിവസങ്ങളിൽ എന്തായാലും ഒഫീഷ്യലായിട്ട് 10ാം നമ്പർ ജേഴ്സി ആർക്കാണ് എന്ന് പ്രഖ്യാപിക്കും. പക്ഷേ
ഉറപ്പാണ്. വിനി പറഞ്ഞത് തന്നെ നമുക്ക് കണക്കിലെടുക്കാം. അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കിത് കൊടുക്കാനാണ്? മറ്റാർക്കും ഏത് ജേഴ്സി നമ്പറും കൊടുക്കാം. പക്ഷേ ബ്രസീലിൻ്റെ 10 അത് നെയ്മർക്ക് തന്നെയായിരിക്കും. ആ 10ാം നമ്പർ ജേഴ്സി അണിയുന്നവന് വലിയ ഉത്തരവാദിത്വം കളിക്കളത്തിൽ ചെയ്തു തീർക്കാനുമുണ്ട്. അത് അദ്ദേഹം ചെയ്തു തീർക്കും എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ, വിശകലനങ്ങളും ഒക്കെ ആയിട്ട് പോഡ്കാസ്റ്റിൽ നമ്മൾ ഒന്നുകൂടി സജീവമാക്കുന്നുണ്ട്. മറ്റൊരു അതിഥി കൂടി അടുത്ത ആഴ്ച മുതൽ നമ്മളോടൊപ്പം ചേരും. അപ്പോൾ പോഡ്കാസ്റ്റിൽ കൂടുതൽ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ എത്തും. വളരെ കൃത്യമായിട്ട് കളിയൊക്കെ നിരീക്ഷിക്കുന്ന ഒരു സുഹൃത്തിനെ കൂടി നമ്മൾ അവതരിപ്പിക്കുമ്പോൾ വേൾഡ് കപ്പ് ആവേശം അതിൻ്റെ ഏറ്റവും പാരമ്യതയിൽ നമ്മളങ്ങ് ആഘോഷിക്കും.